ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. ഞാനും റയാനും കൂടി ഒരു ചായ അടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. കാരണം പനി പിടിച്ചിട്ട് വായൊന്നൊക്കെ കഴിക്കണ്. ഒന്ന് പുറത്ത് പോയി ചായ അടിച്ചിട്ട് വിചാരിച്ചു. ഇന്നലെ രാത്രിയൊക്കെ ഞാൻ ഫുള്ള് പനിച്ച് കിടക്കായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഒന്ന് റെഡിയായപ്പോൾ പിന്നെ ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. വീട്ടിലിരുന്നിട്ട് ഭ്രാന്താവുന്നുണ്ട്. അപ്പോൾ പുറത്ത് പോയി ഒരു ചായ കുടിച്ച് കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് നാട്ടിൽ പോകാൻ നേരിച്ച് ഇങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ വീട്ടിൻ്റെ ഉള്ളിലാണ് റെഡി ആവണുള്ളൂ. റെഡി ആയിട്ട് ഇറങ്ങിയിട്ട് നമുക്ക് ചായ അടിച്ചാൽ ഓതായിരുന്നു. റെഡിയായി ഇറങ്ങി ഗൈസ്. നമുക്ക് പോയി ചായ കുടിച്ച് സെറ്റാം. ഞാനും ഇവരൊക്കെ ഇവരെ ചായ അടിക്കാൻ പോയിട്ട് ഇപ്പോൾ കുറച്ചായി പുറത്തോട്ട് പോയിട്ടോ. ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് അങ്ങനെ ഫുഡ് കഴിക്കാന്നല്ലാതെ ഇവരെ പോയി പുറത്ത് പോയി ചായ അടിച്ചിട്ടൊക്കെ കുറയും അല്ലേ. മുതലാളി എന്താ കഴിക്കാനുള്ളത്? എൻ്റെ കടായി ഉണ്ടോ? കൊണ്ടാട്ടോ ആയോ? റേഞ്ചില്ലോ? പൊറോട്ട മനസ്സുണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ. നമ്മൾ എന്തായാലും ഒന്ന് ഓർഡർ ചെയ്യാം. ഞങ്ങൾ ചായ അടിക്കാൻ വേണ്ടി ഇറങ്ങിയത് റൊട്ടുമ്പോൾ കൂടെ അങ്ങനെ പോകുമ്പോൾ ഹോട്ട്സ്പോട്ടിൻ്റെ മുന്നിൽ ഇങ്ങനെ ചിക്കൻ ഇങ്ങനെ തിരിയണ കണ്ടപ്പോൾ ഒരു മൂഡ്. പൊറാട്ട കൊണ്ടാട്ട് കഴിച്ചുള്ളത് അങ്ങനെ തിരിച്ച് കടയിൽ കയറി കൊണ്ടാട്ട് കഴിക്കാൻ കയറി. അതാണ് അനക്ക് വ്ളോഗർ എന്താ ഓൻ്റെ നാണം കണ്ടായിരിക്കും. ഞാൻ ഓനെ കെട്ടിക്കാൻ നമുക്ക് പെണ്ണൊക്കെ ആയിട്ട് എടുത്തു എന്തെങ്കിലും കിട്ടും വ്ളോഗിൽ. പ്ലേറ്റ് വന്നു, ഗ്ലാസ് വന്നു. ഇനിയിപ്പോൾ അതാ വരുന്നേ. അല്ല അനസുക്ക ഫുഡ് വന്നാച്ച് ഗൈസ്. കൊണ്ടാട്ടം പൊറോട്ട ഇങ്ങനെ വെക്കാം. നല്ല ചൂടുണ്ട്. ചാവി എടുത്ത് ഇങ്ങോട്ട് വെക്കാം. ഞാനും കയ്യൊക്കെ മറന്നുപോയി. ഇവിടെ അടുത്ത തലയും താത്തിയിരിക്കുകയാണ്. വ്ളോഗിലിടുന്ന കുറച്ച് ഷാമ്പു ഇടുക, ഉരയ്ക്കാം. ഫുഡ് കഴിക്കാം. ഏത് മുടി കമ്പാനി ഗൈസ്. ഒരു പൊറോട്ട, കുറച്ച് മയണീസ്, കുറച്ചധികം മയണീസ്, പിന്നെ ഇത് കുറച്ചും കൂടെ വെച്ചിട്ട് ഇതിലേക്കും ഫുഡ് വന്നു കഴിഞ്ഞാൽ കണ്ണ് കാണൂല, മൂക്ക് കാണൂല. എന്നാൽ ഇത് ഇങ്ങനെ ഇട്ടിടാം, താഴെ പോവാതെ ഇടണം. കുറച്ച് താഴെ പോയി, അതിൽ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ എൻ്റെ പൊറോട്ട യുദ്ധം അവസാനിച്ചു. അവൻ്റെ അവസാനിച്ചില്ല, എൻ്റെ അവസാനിച്ചു ഗൈസ്. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഇനി നമ്മൾ ജിയോ പമ്പിലേക്ക് പോവുകയാണ്. എനിക്ക് ഒരു 2 ഫോട്ടോ എടുക്കണം വണ്ടിയിൽ പെട്രോൾ അടിക്കണം. അങ്ങനത്തെ അല്ലറ ചില്ലറ പരിപാടി. കാക്കൻ്റെ വണ്ടിയാണ് കയ്യിൽ. സോ പെട്രോൾ അടിക്കണം. പെട്രോൾ അല്ലെങ്കിലും അടിക്കണം. ഇതിൽ ഒരു കട്ട പെട്രോൾ ഉണ്ട്. എന്നാലും ജിയോ പമ്പ് പോയി പെട്രോൾ അടിക്കുക. 2 ഫോട്ടോ എടുക്കാൻ പോരാ ഗൈസ്. കേസ് എടുക്കാൻ വേണ്ടിയിട്ട് ATM ഓർഡർ കയറിയതാണ്. ഇവിടെ ഫാൻ ഉണ്ട്, പക്ഷേ ഇതെങ്ങനെ ഓണാക്കും? ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഓടി സ്വിച്ച് ഇല്ല. പിന്നെ എങ്ങനെ ഈ ഫാൻ ഓണാക്കും? അതാണ് എൻ്റെ ചോദ്യം. ആണെന്നുണ്ടെങ്കിൽ പെരും ചൂട്. എല്ലായിടത്തും AC ഒക്കെ ഉണ്ടാവും, ഇവിടെ അതൊന്നും ഇല്ല. കായുള്ളവൻ കായെടുക്കും, ഇല്ലാത്തവൻ നോക്കിക്കും. ഇവിടെ കാശില്ല. ചില്ലറ ഇട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കയറി വെക്കുമ്പോഴാണെങ്കിൽ പൈസ ഇല്ല. 500 രൂപ ഒറ്റതുകൊണ്ട് ഇട്ടിട്ട് എനിക്ക് കാര്യമില്ല. ഇനിയിപ്പോൾ എന്നെ എടുക്കണം. അങ്ങനെ എണ്ണൊക്കെ അടിച്ചിട്ട് ഞങ്ങൾ ഇനി നേരെ നാട്ടിൽ പോകണം. എനിക്ക് കടയിൽ പോകാണ്ട്, എനിക്ക് പേരെ പോകാണ്ട്. നമ്മളിപ്പോൾ ജിയോ പമ്പിൻ്റെ മുന്നിലാണ്. 2 ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നേനെ. അപ്പോൾ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് കുറേ കാലത്തിന് ശേഷമായിട്ടോ ഒരു ഫോട്ടോ എടുക്കണം. ഒരു മൂട്ടിന് അങ്ങനെ എടുത്തിട്ട് പോകും. ഓ ഇനി ഞങ്ങൾ നാട്ടിൽ പോട്ടെ ഗൈസ്. അങ്ങനെ ഇറങ്ങിയിട്ട് ഞാൻ തിരിച്ച് അബ്ദുവിൻ്റെ വീട്ടിലെത്തി ഗൈസ്. ഓനെ കടയിൽ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്തിട്ട് വേണം എനിക്ക് പോകാൻ. സോ ഓനെ ഇറങ്ങണവരെ വെയിറ്റ് ചെയ്യണം, എന്നിട്ട് കടയിൽ കൊണ്ടുപോയാക്കണം, എന്നിട്ട് എനിക്ക് പോകണം. അതാണ് പരിപാടി. അങ്ങനെ ഓൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ ഒരു കടയിലെത്തി ഗൈസ്. ഇനി ഇവിടെ കുറച്ച് നേരം ഇരിക്കണം, അത്ര തന്നെ. കുറച്ച് നേരം ഇരുന്നിട്ട് നേരെ നാട്ടിൽ പോകും. കടയിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ പോകാൻ നിൽക്കുമ്പോൾ പെരുമഴ പറഞ്ഞാൽ പെരുമഴ. സൗണ്ടുകൾ കേൾക്കുന്നുണ്ടോ? പുറത്ത് നല്ല മഴയാണ് ഗൈസ്. ഞങ്ങൾ ബീച്ചിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. പിന്നെ അപ്പോൾ അതിന് മഴ പെയ്തു. ഇനിയിപ്പോൾ ബീച്ചിൽ പോക്കൊക്കെ കണക്കാണ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം.